ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഇര എത്രമേൽ നിസ്സഹായാവുന്നു അത്രമേൽ ഹിംസ എന്ന കുടുംബാപത്തിൻ്റെ കാഠിന്യം കഠിനമാകുന്നു. കുഞ്ഞുങ്ങളാണ് ചിതറി വീഴുന്നത്. എക്കാലത്തെയും ഒരു യുദ്ധതന്ത്രമായിരുന്നു. ധർമ്മയുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു യുദ്ധത്തിൽ പോലും വളരെ കൗശലകരമായി ആ തന്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ആ സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആയോധനകലയുടെ ആചാര്യൻ 105 പേർക്കും ഗുരു, പാണ്ഡവർക്കും കൗരവരുടെയും ഗുരു ദ്രോണരാണത്. ഒന്നിനും ആ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാനായിട്ട് കേൾപ്പില്ല, ഓർമ്മേൽപ്പിക്കാൻ പോലും കേൾപ്പില്ല. പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു ബലഹീനതയാണ് മകൻ, കുഞ്ഞ്. എല്ലാം ആ കുഞ്ഞിന് വേണ്ടിയായിരുന്നാൽ ആരംഭിക്കുന്നത് പോലും. കുഞ്ഞിന് സംഭവിച്ച ഒരു അപമാനം കൊണ്ട് മാത്രമായിരുന്നു അയാളിങ്ങനെ പാണ്ഡവപക്ഷത്തേക്ക് വരുന്നത് പോലും. കുഞ്ഞ് പരിഹസിക്കപ്പെട്ടു എന്നുള്ള ഒരു ഓർമ്മയിൽ നിന്ന് കഥകളൊക്കെ നമുക്കറിയാം. ദാരിദ്ര്യമായിരുന്നു എന്നും കൂട്ടിന്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വീട്ടിലെ കുഞ്ഞുങ്ങളുമൊത്ത് കളിക്കാനായിട്ട് കുഞ്ഞ് പോകും. പാല് കുടിച്ചിട്ടില്ല. ഒരു ദിവസം ഈ എല്ലാവരും കുടിക്കുന്ന ഈ പാലെന്നറിയാനായിട്ട് ചെറിയ കുഞ്ഞിന് താല്പര്യമുണ്ടായി. അന്നവൻ്റെ കൂട്ടുകാർ അവനെ ആവോളം പാല് കുടിപ്പിച്ചു. എന്നിട്ട് ഒടുവിൽ വെളിപ്പെടുത്തി ഇത് മാവ് കലക്കിയ വെള്ളമാണ്. തൻ്റെ കുഞ്ഞിന് സംഭവിച്ച അപമാനം, ആ കുഞ്ഞിന് പാല് പോലും അറിയാതെ വളർത്തിയ ആ കുഞ്ഞിന് മീതെ അച്ഛൻ അനുഭവിച്ച ആത്മനിന്ദ, ഇതൊക്കെയായിരുന്നു ഈ ഒരു ആചാര്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗൗരവമായ ടേണിംഗ് പോയിന്റ്. കുഞ്ഞായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ബലഹീനത, ഏറ്റവും വൾണറബിളായ ഒരു മേഖല അതാ. അങ്ങനെയെങ്കിൽ അയാളെ തളർത്താനുള്ള ഏക മാർഗം കുഞ്ഞ് മരിച്ചു എന്ന് പറയുക. അസ്താമയ്ക്ക് എന്ന് പറയുന്ന മകന് അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ചെയ്തതാണ് ഒരാനയെ കൊല്ലുക. എന്നിട്ട് ധർമ്മിഷ്ഠൻ നമ്മൾ കരുതുന്ന ഒരാളെ കൊണ്ട് ഇത് വിളിച്ച് പറയിപ്പിക്കുക. യുദ്ധഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ശബ്ദം ഉയർന്ന് കേട്ടു, അശ്വത്ഥാമഹത, അശ്വത്ഥാമാവ് മരിച്ചു. ഇതിങ്ങനെ ആനയാണെന്ന് പതുക്കെ മന്ത്രിക്കുന്നത് പോലും കേൾക്കാനുള്ള സമചിത്തയോ വിവേകമോ അപ്പോൾ ഇല്ല. ഈ മനുഷ്യൻ വല്ലാതെ തളർന്നു പോവുക. അപ്പം അതായിരുന്നു ഏറ്റവും കഠിനവും ഹീനവുമായ രീതി. കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക വഴി മുതിർന്നവരെ തകർക്കുക. ആശിക്കാനായിട്ടൊന്നുമില്ലെന്ന് അവരെ കാതുകളിൽ മന്ത്രിക്കുക. ഏറ്റവും കൂടുതൽ ഹിംസയുടെ മീതെ റിസർച്ച് നടത്തുന്നത് യുദ്ധ വെറിപൂണ്ടവരും ഭീകരവാദങ്ങളിൽ ഏർപ്പെടുന്നവരുമൊക്കെ. അവർ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ആക്കുമ്പോൾ എന്താണ് അവർ തങ്ങളോടും ഭൂമിയോടും പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു കൊല കൊണ്ട് തീരുന്ന ഹിംസയിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ജീവിക്കുന്നവർ ഓരോ നിമിഷവും നീറി വെന്തു ചാകണമെന്നുമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ചോര വീണ് വല്ലാതെ മണ്ണ് കുതിർന്ന ഒരു വർഷമായിരുന്നു 2014. ഭീകരപ്രവർത്തകർ നടത്തിയ ആക്രമണം. 148 പേരാണ് കൊല്ലപ്പെട്ടത്. 10ഓളം വരുന്ന അധ്യാപകർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇളഞ്ചോരയായിരുന്നു. ഇനി ശിഷ്ടകാലം അവർ ഉറ്റവർ നീറി ജീവിക്കാനോ പ്രതീക്ഷിക്കാനോ ഒന്നുമില്ലാത്ത മട്ടിലിങ്ങനെ. അതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ തുടർക്കഥ കണക്ക് സംഭവിക്കുന്നുണ്ട്. ഗാസയിലാണത്. ഗാസയിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി വെർച്വൽ വേൾഡിൽ വളരെ സജീവമാണ്. പാറ എന്നാണ് അവളുടെ പേര്. ലോകം ഇങ്ങനെ വല്ലാതെ ആകാംക്ഷയിലും ആകുലതയിലും അവളുടെ കുറിപ്പുകൾക്ക് കാതോർക്കുന്നുണ്ട്. 1-2 ദിവസം അവളുടെ കുറിപ്പുകൾ കാണാതെ പോകുമ്പോൾ പേടിയാണ് ലോകത്തിന്. പാറ ജീവിച്ചിരിപ്പുണ്ടാവും. പിന്നെ അവൾ അപ്പേർ ചെയ്യുന്നതും പറഞ്ഞുകൊണ്ടാണ്, ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല. പാറ ആൻ ഫ്രാങ്കിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാസികൾ ജ്യൂസിനെ തെരഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ ഒരു കുടിസുമുറിയിലിരുന്ന്, സ്റ്റെയർ കേസ് മുറിയിലിരുന്നു കൊണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ദിനവൃത്താന്തം എഴുതിക്കൊണ്ടിരുന്ന, ക്രോണിക്കൽ എഴുതിക്കൊണ്ടിരുന്ന, കിറ്റി എന്ന പേരിൽ എഴുതിക്കൊണ്ടിരുന്ന ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞ പെൺകുട്ടി. ആൻ ഫ്രാങ്ക് കടന്നുപോയി. പക്ഷേ ആ യുദ്ധഭൂമിയിൽ നിന്ന് അവൾ ഡയറി കുറിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹൃദയഭാരം തരുന്ന കുറിപ്പുകൾ. പാറ ഈ കാലത്തിൻ്റെ ആൻ ഫ്രാങ്ക് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു വരിയുണ്ട്, വല്ലാത്ത ചങ്കുവേദന തരുന്നൊരു വരി ഇതാണ്: ഗാസയിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഏക കാര്യം കുഞ്ഞുങ്ങൾ കളിക്കുന്നിടത്ത് നിൽക്കാതിരിക്കാനുള്ള. കുഞ്ഞുങ്ങളെയാണ് തെരഞ്ഞു പിടിക്കുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളതാണ് ഭൂമിയായ ഭൂമിയിലെ മുതിർന്നവർക്കൊക്കെ.
എന്നിട്ടും ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ വല്ലാത്ത കഠിനമായ ഭാരപ്പെടുത്തുന്ന ഈ കഥയ്ക്ക് വേദപുസ്തകത്തിൻ്റെയൊക്കെ ഒരു ചരിത്രത്തിൽ 2000 വർഷങ്ങൾ പഴക്കമുണ്ട്. അവൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ചൊരിഞ്ഞ രക്തം. 25-ാം തീയതി ക്രിസ്മസാണ്. 3 ദിവസം കഴിയുമ്പോൾ ഒരു തിരുനാളുണ്ട്, കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ. യേശു ആരെന്നോ എന്തെന്നോ കേൾക്കുന്നതിനേക്കാൾ മുമ്പേ, അറിയുന്നതിനേക്കാൾ മുമ്പേ അവൻ്റെ കാലത്തിൽ പിറന്ന 30ഓളം കുഞ്ഞുങ്ങളാണ്. ബത്ലഹേം ഒരു ചെറിയ പട്ടണമായതുകൊണ്ട് ഒരു 30ഓളം, 20-നും 30-നും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ഒരു എക്സൈറ്റിക്കായ ചില അനുമാനങ്ങൾ. 30 ചെറിയ സംഖ്യയൊന്നുമല്ല. അത് വിശേഷിച്ചും ആ കുഞ്ഞ് നഷ്ടപ്പെട്ട ഉറ്റവർക്ക് അതിൻ്റെ ആ എണ്ണം കുറച്ച് കാട്ടുക. ചിലപ്പോൾ നമ്മുടെ ഒരു സങ്കല്പങ്ങളിൽ ഇങ്ങനെ 100 കണക്കിന് പേര് കൊല്ലപ്പെട്ടതൊക്കെ ആയിട്ട് ഇങ്ങനെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തിരി ഒരു എക്സൈറ്റിക്കിൽ അതിനകത്തൊരു അപാകത ഉള്ളത് കൊണ്ട് ആ 30 എന്ന് പറയുന്ന എണ്ണം സ്ട്രെസ് ചെയ്യുന്നു. പക്ഷേ എണ്ണം കുറച്ച് കാട്ടുന്നത് ആ ക്രൂരതയുടെ, ആ പാപത്തിൻ്റെ കാഠിന്യം കുറക്കുന്നില്ല. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ തെരഞ്ഞു പിടിക്കുന്നത്? കളിപ്പാട്ടങ്ങളും കൊടുക്കേണ്ട, സമ്മാനിക്കേണ്ട കാലത്തിൽ യുദ്ധത്തിൻ്റെ ഭീകരതകളിലേക്ക് ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ആരാ തള്ളിവിടുന്നത്? കുഞ്ഞുങ്ങളായിട്ട് ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ല. എന്നിട്ടും എല്ലാ യുദ്ധങ്ങളിലെയും ഇരകൾ കുഞ്ഞുങ്ങളായിരുന്നു. ഒരു ഗാർഹിക യുദ്ധത്തിൽ പോലും ആരാണ് അവസാനമായിട്ട് സഫർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് വിഷമിക്കാൻ പോകുന്നത്? അത് കുഞ്ഞുങ്ങളല്ലാതെ മറ്റാരാ? ഒരു വീട് ആരോഗ്യമുള്ളതാണ് അറിയണമെങ്കിൽ, ഒരു സമൂഹം ആരോഗ്യമുള്ളതാണെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട മാനദണ്ഡം, ഏകകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയെക്കുറിച്ച് നമുക്കിപ്പോൾ ആവശ്യത്തിലേറെ സന്ദേഹങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന കഥകൾ ആദിവാസി മേഖലകളിൽ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന സംസ്കാരം അത് ആരോഗ്യമുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടം തൊട്ട് കുഞ്ഞുങ്ങളുടെ പ്രസാദമില്ലാത്ത എല്ലാ ഇടങ്ങളിലും വെറുതെ ഓർത്തുകൊള്ളുക, ആ വീട്, ആ സമൂഹം, ആ ഭൂപ്രദേശമൊക്കെ നിശ്ചയമായിട്ടും ആതുരമാണ്, പത്തോളജിക്കലാണ്, സിക്കാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില അവകാശങ്ങളൊക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കാവൽക്കാരാകുക എന്നുള്ളത് നമ്മുടെ ധർമ്മം, മുതിർന്നവരുടെ ധർമ്മം. യുനിസെഫ് ആ കുഞ്ഞുങ്ങളുടെ റൈറ്റായിട്ട് പറയുന്ന ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒന്നാണ്. 2 പ്രൊവിഷൻ, 3 പീസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. 4മതായിട്ട് പാർട്ടിസിപ്പേഷൻ. ഇത് മുതിർന്നവരുടെ ബാധ്യതയാണ്. ഈ 3 കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കുക എന്നുള്ളത്. ഒന്ന്, സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് കൂട്ടുപോവുക. എന്തൊക്കെ കെണികളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് നമുക്കൊരു പിടുത്തമില്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതിനേക്കാൾ അത് സങ്കീർണമായിക്കൊണ്ടിരിക്കുക. വല്ലാത്ത പേടി തോന്നിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുമ്പോഴാണ്. നാട്ടിൽ നടന്ന ഒരു അനുഭവം ഓർമ്മിക്കുകയാണ്. ഒരു ട്യൂഷൻ സെൻറ്ററിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നൊരു അധ്യാപകനായതുകൊണ്ട് നിറയെ കുഞ്ഞുങ്ങളാണ്. സന്ധ്യ കഴിഞ്ഞിട്ട് ഈ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്, 8-ലും 9-ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ പുറകെ ആയിട്ട് ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യൻ പുറകെ പോകുന്നു. സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ കൂടെ പുറകെ പോകുന്നു. കുഞ്ഞുങ്ങൾ വീട്ടിൽ പരാതി പറയുന്നു. ഇങ്ങനെ അപരിചിതനായൊരു മനുഷ്യൻ ഇങ്ങനെ പിന്തുടരുന്നു. നാട്ടുകാർക്ക് ശകലം ചട്ടമ്പിലൈന കയറി ഉരസുന്നതിനകത്താണ് അവരുടെ ആ ഒരു രീതി തന്നെ. അങ്ങനെ ഉരസിയാണ് ആരംഭിക്കുന്നത്. 1-2 ചെറിയ തട്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ആ മനുഷ്യൻ നിറമൊഴികളോട് പറഞ്ഞു, നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നതല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ഈ മക്കളെ കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ട്യൂഷൻ സെൻറ്റർ, പിന്നെ അവസാനത്തെ കുട്ടിയുടെ വീട്, ഇതിന് ഇടയിൽ 2 മൈതാനം, 3 കാവ്, ഒരു 7ഓളം കലുങ്ക്, 3-4 കള്ളു ഷാപ്പ്. എനിക്ക് പേടിയാണ് അവസാനത്തെ കുട്ടി വീട്ടിലെത്തുമെന്നുള്ളത്. വയസ്സിൽ തുടങ്ങിയത് കൊണ്ട് കാര്യങ്ങളിൽ നിന്ന് സൗഹൃദപൂർവ്വം പിൻവാങ്ങുക ആ ഒരു സ്ട്രാറ്റജിയല്ല. അതുകൊണ്ട് അവരൊരാൾ പിന്നെയും പറഞ്ഞു, നിനക്കെന്താ, നിൻ്റെ കുഞ്ഞുങ്ങളല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു. ഈ കഥയിൽ ആകപ്പാടെ അയാൾ പുഞ്ചിരിക്കുന്ന അപ്പോഴാണ്. അയാൾ നിറമിഴികളോട് പുഞ്ചിരിച്ചുകൊണ്ട് നിറകൺചിരിയോടുകൂടി അയാൾ പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞുങ്ങളല്ല, ഇതെൻ്റെ കുഞ്ഞുങ്ങളല്ല. അവനവൻ്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ സില്ലിയായൊരു സങ്കല്പമാണ്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ. ഈ കുഞ്ഞുങ്ങളുടെ മീതെ
എന്തുമാത്രം പരിപാലനം നമുക്കുണ്ട്, എന്തുമാത്രം നമ്മളവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റുന്ന ഒരു സംരക്ഷണം എങ്ങും എവിടെ നിന്നും കിട്ടുന്നില്ല. ഒരു കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എവിടെയെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ആദരവ് കിട്ടുന്നുണ്ടോ? അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കകത്ത്, ബസ്സിനകത്തൊക്കെ അവരിങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരൊക്കെ പരിഗണിക്കപ്പെടുക. 10 കുഞ്ഞുങ്ങളൊക്കെ കയറുമ്പോൾ മതി അടുത്ത വണ്ടിക്കെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഒരു കുഞ്ഞിന് വേണ്ടിയും ഒരു മുതിർന്ന ഒരാളും ഇന്നോളം എണീറ്റ് കൊടുത്തിട്ടില്ല. അഥവാ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന ആൾ വരുമ്പോൾ ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്ന വ്യക്തി വന്നിട്ട് പറയുന്നു, എണീക്ക് സാറിരിക്കട്ടെ. ഇത്രയും ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ദേശം ലോകത്തെവിടെയും ഉണ്ടാവില്ല എന്ന് പറയുന്നതിനകത്ത് ആത്മീയതയുണ്ട്. അല്പം പോലും ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ല. ഓരോ പോസ്റ്റിൻ്റെ പിന്നിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഒളിച്ച് നിൽക്കുകയാക്ക്. അബദ്ധത്തിലെങ്ങാനും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ, കാരണം കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒളിപ്പോരാളെ കണക്കൊക്കെ കുഞ്ഞുങ്ങൾ നിൽക്കുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ എഴുത്തുകാരൻ പറയുന്ന കണക്ക് പുറത്തേക്ക് തലയിട്ട് ചിരിക്കുന്ന മനുഷ്യൻ, മുതിർന്നവർ, കഷ്ടമാണ്. ഇതിന് ഡെയിലുമൊക്കെ ചില നല്ല വാർത്തകൾ കേൾക്കാറുണ്ട്. അടുത്ത കാലത്തായിട്ട് ഞാൻ കേട്ട ഏറ്റവും നല്ല വാർത്തകൾ വന്നതാണ്, 6-7 വണ്ടികളുള്ള ഒരു ബസ് മുതലാളി ചെയ്തൊരു കാര്യം ഇതാണ്. അയാൾ ആ സ്കൂൾ ടൈമിലുള്ള നേരത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. കുഞ്ഞുങ്ങളെ കയറ്റിയിട്ട് മാത്രമേ മുതിർന്നവരെ കയറ്റാറുള്ളൂ. അപൂർവമായിട്ടെങ്കിലും അത്തരം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരാശ്വാസം അനുഭവപ്പെടുന്നുണ്ടെന്നറിയാമോ? സ്കൂളിലേക്കുള്ള യാത്രകളിലും വീട്ടിലേക്കുള്ള യാത്രകൾ അത് ഈ ഒരു ഏതാനും മൈലുകളുടേതല്ല. നമുക്ക് സങ്കല്പിക്കുന്നതിനേക്കാൾ സങ്കീർണമായ കെണികളും ഇടവഴികളുമൊക്കെ ഉള്ളൊരു യാത്രയാണിത്. ആരവർക്ക് കൂട്ടുപോകും? ഒന്ന്, ഈ പ്രൊട്ടക്റ്റ് യുവർ ചിൽഡ്രൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തുമാത്രം ഈ കുഞ്ഞുങ്ങൾ സെക്സ്വലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് നടുക്കം വരുന്ന കാര്യങ്ങളാണ്. ആദരിക്കേണ്ടവർ, മുതിർന്നവരുണ്ട്, അച്ഛനോ ഗുരുക്കൾക്കോ തുല്യമായ മനുഷ്യരുടെ ഒക്കെ ആ ഹീനതകൾക്ക് ഇരകളാകുന്ന കുഞ്ഞുങ്ങളാണ്. വല്ലാത്ത ഭയപ്പെടുത്തുന്ന ലോകമാണിത്. പഴയ നിയമത്തിലൊക്കെ ഉള്ളത് കണക്ക് ഇങ്ങനെ ശരീരം കൊണ്ട് അന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുകയും വളരുകയും ഒക്കെ ചെയ്യണം, ജനിക്കുകയും വളരുകയൊക്കെ ചെയ്യണം. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, 1-2 ദേവദൂതന്മാരൊരു ഭവനത്തിൽ വന്ന് പാർക്കുന്നു. രാത്രിയായപ്പോൾ ഒരു നഗരം മുഴുവൻ ആ വീടിന് ചുറ്റും കൂടിയിട്ട് പറയുകയാണ്, ആ മാലാഖമാരെ ഞങ്ങൾക്ക് വിട്ടു തരിക. ആ മാലാഖമാരുടെ നോട്ടത്തിൽ ആ നഗരം അന്ധമായി പോയെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. പുതിയ കാലത്തിൻ്റെ മാലാഖമാർ നമ്മുടെ കുഞ്ഞിപ്പൈതങ്ങളാണ്. ഈ കട്ടകാലത്തിൻ്റെ ആഭിമുഖ്യങ്ങൾ ഇപ്പോൾ ഇളമേനികളിലാണെന്നുള്ളത് വല്ലാത്ത ഭാരപ്പെടുത്തുന്ന വിചാരമായിട്ട് മാറുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ, ആ കുഞ്ഞുങ്ങൾക്ക് വളരാനും പഠിക്കാനും. ഇത്രയും ദീർഘമായ ഒരു ബാല്യകാലം വേറെ ഒരു സ്പീഷീസിനും ഇല്ല. ഒരു 10-17 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കകത്തും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഓഫ് ഡേയ്സ്, ചിലപ്പോൾ അവേഴ്സൊക്കെ മതി ഓരോരുത്തർക്കും പക്വത കിട്ടാനായിട്ട്, വലുതാകാനായിട്ട്. നിലത്ത് നമ്മൾ പെറ്റിട്ടുന്ന ഒരു ആട്ടിൻകുഞ്ഞ് പോലും 1-2 മണിക്കൂറിനുള്ളിൽ തൊടി മുഴുവൻ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാനായിട്ട് പറ്റും. ഒരു കുഞ്ഞ് പിച്ച വെക്കാനായിട്ട് എത്ര കാലം വേണം? അപ്പം അത്രയും നിസ്സഹായനായ ഒരു സൃഷ്ടിയുടെ പേരാണ് ഈ കുഞ്ഞെന്ന് പറയുന്നത്. ആ കുഞ്ഞിന് ജീവിക്കാൻ ഉതകുന്ന ഭൗതിക സാഹചര്യങ്ങൾ, ഭേദപ്പെട്ട സാഹചര്യങ്ങൾ. പ്രൊവിഷൻ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പലചരക്കടയുടെ കഥ മാത്രമല്ല ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ദിവസത്തിൽ അന്നു വേണ്ടുന്ന അപ്പം എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അത് വെറുതെ അന്നത്തിൻ്റെ മാത്രം കഥയാണെന്ന്? ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. ശാന്തമായ ഗാർഹിക അന്തരീക്ഷമില്ലാത്തൊരു വീടിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് കൊടുത്തിട്ടെന്താ? ഒരു കുടുംബകലഹത്തിനകത്തൊക്കെ മുതിർന്നവരാണ് പങ്കാളികളെന്ന് നമ്മൾ കരുതിയാൽ പോലും അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടൊരു കണ്ണാടിപ്പൊട്ട് കണക്ക് തങ്ങളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഒരു ചെറിയ ശീതസമരത്തിൻ്റെ പോലും ലാഞ്ചനകൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കൈപ്പുള്ളതാക്കി മാറ്റുന്നു. അവരുടെ പുഞ്ചിരിയെ കവർന്നെടുക്കുന്നു. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയെ കവർന്നെടുക്കുന്ന മുതിർന്നവർക്ക് സത്യം പറഞ്ഞെന്നാൽ തലയെടുപ്പോട്ട് ജീവിക്കാനായിട്ട് അർഹതയുണ്ടോ? അവരുടെ ജീവിതത്തെ കുലീനമെന്ന് വിളിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? രണ്ടതാണ് കുഞ്ഞുങ്ങളുടെ ഭൗതിക ആത്മീയ സാഹചര്യങ്ങളെ കുറേ കൂടി ഭേദപ്പെട്ടതാക്കാനുള്ള ക്ഷണം. പിന്നെ മൂന്നാമതായിട്ട് ആ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു രീതി കൂടിയുണ്ട്.
കുഞ്ഞുങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. പലതിനകത്തും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ വ്യക്തികളായിട്ട് പരിഗണിക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. അവരുടെ ചെറിയ ചെറിയ അന്വേഷണങ്ങൾ, ചെറിയ ചെറിയ ചോദ്യങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കഠിനമായിട്ടും കൈപ്പോടും നേരിടുന്നു. അവർക്ക് വേണ്ടി ഭംഗിയുള്ളൊരു ഭാഷ പോലും ഇല്ല. നമുക്ക് ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ലാത്തൊരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പേര് വിളിക്കുന്ന രീതിയില്ല. സ്നേഹം കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇതൊന്നും അത്ര കൃത്യമായ സ്നേഹമല്ല. നമ്മൾ കാട്ടുന്ന ഈ അനാദരവിൻ്റെ ജസ്റ്ററുകൾക്കകത്ത് എന്ത് സ്നേഹം? ഒന്നുമില്ല, അത് തോന്നലാണ്. അപ്പോൾ മൂന്നാമത്തെ ഈ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനുള്ള എല്ലാത്തിനകത്തും. അപ്പം അങ്ങനെ ആ ഒരു 3 Pയുടെ ബാധ്യത, പാർട്ടിസിപ്പേഷൻ, പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, ആ ബാധ്യതയുള്ള മുതിർന്നവർക്ക് വല്ലാതെ കാലിടറുന്നു. അവരതിന് പറ്റുന്ന മനോനിലവാരമോ കുലീനതയുള്ളവരല്ലെന്നൊക്കെ നമ്മുടെ കാലം തെളിയിക്കുന്നതാണ് ഏറ്റവും വലിയ സാമൂഹിക വിപത്ത്. കുഞ്ഞുങ്ങളുടെ മീതെ വലിയ കുറ്റബോധം അനുഭവിച്ച ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും യേശുവിനെ അനുഭവപ്പെടുന്നത്. അങ്ങനെയൊക്കെ യേശുവിനെക്കുറിച്ച് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ മനുഷ്യപുത്രനായ യേശു എന്ന് പറയുന്നൊരു സങ്കല്പത്തിനകത്താണ് കുറേ കൂടി എൻ്റെ ശ്രദ്ധയും ചിന്തയും ഒക്കെ കുറേ കൂടി ഏകാഗ്രമാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു കുറ്റബോധം കുഞ്ഞുങ്ങളെക്കുറിച്ച്, തനിക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭൂമിയുടെ മീതെ ഹിംസയ്ക്കെതിരായിട്ട് ഇത്രയും സംസാരിച്ച, ഭൂമിയോട് ആ കൃത്യമായ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തന്നൊരു മനുഷ്യൻ്റെ ചങ്കിനെ ഭാരപ്പെടുത്താനായിട്ട് ഈ പഴയ കഥ മതിയായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക. മുതിർന്ന് കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ യേശു കേൾക്കുന്നുണ്ട് തനിക്ക് വേണ്ടി ചോര ചിന്തിയ ചെറിയ കുഞ്ഞുങ്ങളുടെ കഥ, അവരെ ജീവിച്ചിരിക്കുന്ന വലിയവരുടെ കഥ, അപ്പൻ്റെ അമ്മയുടെയൊക്കെ കഥ, ഒരു ദേശത്തിലെ ക്രൂരനായ ഭരണാധികാരിയുടെ കഥ. സ്വാഭാവികമായിട്ട് എന്തും സെൻസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ഹൃദയത്തിനകത്ത് വല്ലാത്ത ഒരു ചങ്കുവേദനയായിട്ട് സദാ ഉണ്ടായിരിക്കും. നമ്മുടെ കുറ്റബോധവും ഗുരുക്കന്മാരുടെ കുറ്റബോധവും തമ്മിലൊരു വ്യത്യാസം ഇതാണ്. നമ്മുടെ കുറ്റബോധം എന്ന് പറയുന്നത് ഒരു സെൽഫ് ടോർച്ചറായിട്ട് നമ്മൾ എടുക്കും. നമ്മളെ തന്നെ ഇങ്ങനെ കഠിനമായിട്ട് പീഡിപ്പിച്ചും വേണമെങ്കിൽ ഇത്തിരി കള്ളുകുടിച്ചും ഒക്കെ നമ്മൾ ഈ കുറ്റബോധത്തിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഗുരുക്കന്മാരുടെ കുറ്റബോധത്തിന് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവായൊരു തലമുണ്ട്, ഒരു സർഗാത്മകമായ തലമുണ്ട്. വെറുതെ ഒരു സമാന്തര അനുഭവത്തിനായിട്ട് വെറുതെ ഗാന്ധിയിൽ നിന്ന് എടുക്കുക. ഗാന്ധിക്കൊരു കുറ്റബോധമുണ്ട്. നിങ്ങൾ ഗാന്ധിയുടെ ആത്മകഥ വായിച്ചിട്ടുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ ഒരു ടൈറ്റിലുണ്ട്, എൻ്റെ ഇരട്ട ലജ്ജ എന്നും പറഞ്ഞുകൊണ്ട്, മൈ ഡബിൾ ഷെയിം. എന്താണ് ഈ ഡബിൾ ഷെയിം കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ മരണത്തിൻ്റെ വക്കില, പിറ്റേന്നത്തെ പുലരി കാണത്തില്ലെന്ന് കുടുംബ വൈദ്യം പറയുന്നുണ്ട്. എന്നിട്ടും അച്ഛൻ്റെ മരണക്കിടക്കയിലിരിക്കുന്ന ഇയാളുടെ ഉള്ളിൽ ശരീരത്തിൻ്റെ ചില പ്രിയങ്ങളുണ്ടായിരുന്നു. ഗർഭിണിയായ കസ്തൂർബയെ വിളിച്ചുകൊണ്ട് ഉറക്കറയിലേക്ക് പോകുന്നു. അവിടെ ആയിരിക്കുമ്പോൾ പുറത്തുനിന്ന് കൊട്ട് കേൾക്കുന്നു, അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വല്ലാത്ത ലജ്ജ, നിന്നാഭാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക്, ആ ചെറുപ്പക്കാരനായ ഗാന്ധിയുടെ ഉള്ളിലേക്ക് വന്നു. സ്വന്തം അച്ഛൻ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ തൻ്റേതായ പ്രിയങ്ങൾ, ശരീരത്തിൻ്റെ മമതകൾ തിരഞ്ഞ ഒരു മോശപ്പെട്ട ഒരാളായിട്ട് സ്വയം അനുഭവപ്പെട്ടു. ഈ കുറ്റബോധത്തിൽ നിന്നാണ് ഗാന്ധി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ വളരെ ഗൗരവമായിട്ട് എടുത്തത്. നമുക്കത് വളരെ നെയ്വായിട്ട് അനുഭവപ്പെടുകയും ചിലപ്പോഴെങ്കിലും ഈ പുതിയ കാലത്തിൻ്റെ വായനകൾക്കകത്ത് പരിഹാസത്തിന് കാരണമൊക്കെ ആകുന്ന കുറേ അധികം പരീക്ഷണങ്ങളിലൂടെ ഗാന്ധി കടന്നു പോകുന്നുണ്ട്. ശരീരത്തിന് മീതെയായിട്ട് മനുഷ്യർക്കിടയിൽ എന്തെങ്കിലും ബന്ധം സാധ്യമാണെന്ന അന്വേഷണമായിരുന്നു അത്. ബ്രഹ്മചര്യത്തെക്കുറിച്ച്, സെലിബസിയെക്കുറിച്ച് ഏറ്റവും നല്ലൊരു നിർവചനം നൽകിയിരിക്കുന്ന പോലും ഗാന്ധിയാണ്. 10,000-കണക്കിന് മനുഷ്യർ ഈ നാട്ടിൽ സെലിബ്രേറ്റ്സായിട്ട് ജീവിക്കുന്നുണ്ട്, വൈദികരും കന്യാസ്ത്രീകളൊക്കെ ഉൾപ്പെടെ. പക്ഷെ അവരെക്കാളൊക്കെ ഭംഗിയായിട്ട് ഇതിനകത്ത് ഗവേഷണം നടത്തിയ മനുഷ്യ ഇദ്ദേഹം. ഗാന്ധി ആൻഡ് വിമൺ അസോസിയേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ബ്രഹ്മചര്യത്തെ ഗാന്ധി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബൈ ബിക്കമിങ് എ ബ്രഹ്മചാരി എ മാൻ ബിക്കംസ് എ വുമൺ. ഒരു പുരുഷൻ ഇങ്ങനെ ബോധപൂർവം സ്ത്രീയാകുന്ന പ്രക്രിയയുടെ പേരാണ് ബ്രഹ്മചര്യം. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയോട് തോന്നുന്ന സ്വാതന്ത്ര്യം ബ്രഹ്മചാരിയായ പുരുഷനോട് അനുഭവപ്പെടും. ബിക്കോസ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു വയലേറ്റ് ഹെർ. അപ്പോൾ ഒരാളെ ഇങ്ങനെ വയലേറ്റ് ചെയ്യാത്ത അനുഭവത്തിൻ്റെ പേരാണ് ബ്രഹ്മചര്യം എന്നൊക്കെ എഴുതുന്നത് ഗൃഹസ്ഥനായ ഗാന്ധിയാണ്. കാര്യം പറഞ്ഞ് ഇത്തിരി ദീർഘിച്ചു പോയി. പറഞ്ഞു വരുന്ന ഇതാണ്: കുറ്റബോധങ്ങൾ ഗുരുക്കന്മാരുടെ ജീവിതത്തെ കുറേ കൂടി സർഗാത്മകമാക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മീതെ അത്രയും കുറ്റബോധം അനുഭവിച്ചത് കൊണ്ട് യേശു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഏറ്റവും നല്ല പ്രായശ്ചിത്തം, ഏറ്റവും നല്ല പരിഹാരം തങ്ങൾക്ക് വ്യാകുലം അനുഭവിക്കുന്ന മേഖലയ്ക്കകത്ത്
കുറേ കൂടി ശ്രദ്ധയും ഏകാഗ്രതയും സ്നേഹവും ചൊരിയുകയാണ്. ക്രിസ്തു ചെയ്തു. അവിടുന്ന് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിലനിന്നു, അവശേഷിച്ചു, കടന്നുപോയി. അത് വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും, മുതിർന്ന എല്ലാവരും ഒരു തെല്ല് കുറ്റബോധം അനുഭവിച്ച നല്ലതാണ്. ലോകത്തെവിടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടക്കുന്ന, കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഹീനതകൾ, കുഞ്ഞുങ്ങളുടെ മേൽ നടക്കുന്ന വയലേഷൻസ്, അത് നിശ്ചയമായിട്ടും ആ കുഞ്ഞുങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം പ്രശ്നമല്ല, മാനവരാശിയുടെ പ്രശ്നം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മീതെ നടക്കുന്ന എല്ലാത്തരം വയലേഷന് മീതെയും മാനവരാശി ഒരു കളക്റ്റീവായൊരു കുറ്റബോധം അനുഭവിക്കേണ്ട വൈകിയ നേരമാണിത്. എല്ലാവരും ചങ്കിലടിച്ച് ഞങ്ങളുടെ പിഴയെന്ന് പറയേണ്ട നേരമാണിത്. വി ആർ റെസ്പോൺസിബിൾ. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഇത്തരം എല്ലാ വയലേഷനും ആത്യന്തികമായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുറ്റബോധം അനുഭവിച്ച ഒരു ആചാര്യൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഒരു 6 നിയമങ്ങളെ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് ഈ വിചാരത്തെ അവസാനിപ്പിക്കുകയാണ്. 1, കുഞ്ഞുങ്ങളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. 2, കുഞ്ഞുങ്ങളെ തടയരുത്. 3, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ അനുവദിക്കുക. 4, കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത്. 5, കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കൊടുക്കരുത്. 6, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. വരുദിനങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് തന്നെ വിളിക്കണം. സ്വന്തമായി കുഞ്ഞുണ്ടായില്ലാതിരിക്കുക എന്നൊക്കെ ഉള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. ജിബ്രാനൊക്കെ പറയുന്ന കണക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ വന്നു, എന്നാൽ നിങ്ങൾ എന്നല്ല. കുഞ്ഞുങ്ങൾ ആ മാനവരാശിയുടെ സ്വപ്നമാണ്. ദൈവം ഭൂമിയെ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് അടുത്തും അകലെയുമുള്ള സ്വന്തവും അല്ലാത്തതുമായ കുഞ്ഞുങ്ങളെ ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറേ കൂടി സുരക്ഷിതത്വമുള്ള, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമുള്ള ഒരു വർഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സംഘടന ഈ വർഷത്തെ പ്രകാശത്തിൻ്റെ വർഷമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് ഒത്തിരി സയൻറ്റിഫിക്കായ ചില കാരണങ്ങളും ഘടകങ്ങളും ഒക്കെ ഉണ്ട്. അത് ടെക്നിക്കലായ ചില റിസർച്ചുകളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ എനിക്കത് വളരെ സരളമായൊരു വാക്കായിട്ട് അനുഭവപ്പെടുന്നു. പ്രകാശത്തിൻ്റെ വർഷം. ഭൂമിക്ക് പ്രകാശം ഉണ്ടാകുന്ന എപ്പോഴാണ്? കുഞ്ഞുങ്ങളുടെ കളഞ്ഞുപോയ പുഞ്ചിരിയെ തിരികെ കിട്ടുമ്പോൾ, അപ്പോൾ മാത്രം. 2009 ജനുവരി 3 ലണ്ടൻ തെരുവുകളിലൊന്നിൽ പ്രത്യക്ഷപ്പെട്ട അജ്ഞാതമായൊരു കുറിപ്പിൽ നേരിട്ടുമല്ലാതെയും കുഞ്ഞുങ്ങൾക്ക് നാം വിധിക്കുന്ന നരകവിധിയുടെ ധ്വനികളുണ്ട്. അവരെൻ രാജ്യം കവർന്നു, എൻ്റെ ഒലിവ് മരങ്ങൾ കത്തിച്ചു കളഞ്ഞു, എൻ്റെ വീട് നശിപ്പിച്ചു, എൻ്റെ ജലത്തിൻ്റെ ഉറവുകളില്ലാതെയാക്കി, എൻ്റെ അച്ഛനെ തടവിലാക്കി, അമ്മയെ കൊന്നു, ഞങ്ങളെയെല്ലാം പട്ടിണിക്കിട്ടു, നിരന്തരം അപമാനിച്ചു. ഓരോ ദേശത്തിൻ്റെയും മണൽത്തരികളിൽ പോലും അത്തരമൊരു സങ്കടത്തിൻ്റെ ഉപ്പുണ്ട്.